നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് അമിതവണ്ണവും അതിനുള്ള സർജിക്കൽ മാനേജ്മെൻറ്റുമാണ്. ഈ വിഷയം ചർച്ചയിനായി നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരം ലോർഡ്സ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് ലാപ്രോസ്കോപ്പിക് സർജനായ ഡോക്ടർ അനു ആൻ്റണി വർഗീസാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. എല്ലാവരും വണ്ണം കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. ഒരു പക്ഷേ നമ്മളൊരു 20 കൊല്ലം മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും വണ്ണം വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകളൊക്കെ കഴിക്കുക, അല്ലെങ്കിൽ വണ്ണം വയ്ക്കുന്നത് എങ്ങനെയെന്ന് ആഗ്രഹിച്ച് നടന്നൊരു സമയത്ത് നിന്ന് മാറി ഇപ്പോൾ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഒബേസ് അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് എന്നുള്ള ഒരു നിലയിലേക്ക് പോയി. എപ്പോഴും ശരീരവണ്ണം ഒരു സൗന്ദര്യത്തിലേക്കപ്പുറം അതൊരു ആരോഗ്യ പ്രശ്നമായിട്ട് ഇപ്പോൾ ഗ്ലോബലി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ കേരളത്തിലുള്ള ആൾക്കാരുടെ അമിതവണ്ണം എത്രത്തോളം ആൾക്കാർ ഈ അമിതവണ്ണത്തിനെ ശ്രദ്ധിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ അമിതവണ്ണം ഇപ്പോൾ വളരെ കോമൺ ആയിട്ടുള്ളതാണ്. അതായത് ശരിക്കും നമ്മളൊരു ആവറേജ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 20% തുടക്കത്തിൽ തന്നെ ഒരു അപ്രോക്സിമേറ്റ് ഇത് മാത്രം അവർ അമിതവണ്ണത്തിൻ്റെ എല്ലാ ദൂഷ്യഫലങ്ങളും റൈറ്റ് നൗ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. പക്ഷേ അതിനേക്കാളും എത്രയോ പേരാണ് നമ്മളൊരു ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും വളരെയധികം ശതമാനം ആൾക്കാർ കൂടുതൽ ഇതിൻ്റെ ജസ്റ്റ് ബ്രിമ്മിൽ നിൽക്കുന്നവരുണ്ടാവും. നമ്മൾ ഈ രണ്ടും എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്, പണ്ടാണെങ്കിൽ നമുക്ക് മറ്റു പല അസുഖങ്ങളും കാരണമായിരുന്നു, അല്ലെങ്കിൽ ക്യാൻസർ പോലെയോ അല്ലെങ്കിൽ വാഹനാപകടം പോലെയോ അല്ലെങ്കിൽ മറ്റ് ഹാർട്ട് ഡിസീസ് പോലെയോ അങ്ങനെയുള്ള മാറാ രോഗങ്ങൾ കാരണമായിരുന്നു ഏറ്റവും കൂടുതൽ ജീവഹാനി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുതന്നെ ഒരു പ്രായത്തിന് ഒരു പരിധി കഴിഞ്ഞിട്ടേ അതുണ്ടാവുമായിരുന്നുള്ളൂ. പക്ഷേ അമിതവണ്ണം അഥവാ ഒബീസിറ്റി കാരണം വളരെ യങ് സ്റ്റേജിൽ തന്നെ, അതായത് ചെറുപ്പകാലം 30-35 വയസ്സിൽ തന്നെ ഈ അമിത രോഗവുമായി ബന്ധപ്പെട്ട് ധാരാളം അസുഖങ്ങൾ കാരണം കഷ്ടപ്പെടുന്ന ഒരു തലമുറയാണ് നമ്മുടെ മുന്നിൽ ഇപ്പോഴുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ അമിതവണ്ണത്തിന് ഒരു രോഗാവസ്ഥയായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അമിതവണ്ണം എന്ന് പറയുന്നത് ശരീരത്തിന് ഭാരം കൂടിയ അവസ്ഥയിൽ നിന്നൊക്കെ അപ്പുറത്തേക്ക് അമിതവണ്ണത്തിന് ശാരീരികവും മാനസികവും അതുപോലെ അസുഖങ്ങൾ വരാനുള്ള സാധ്യത ഈ അമിതവണ്ണമുള്ള ആൾക്കാരുണ്ട്. എപ്പോഴും നമ്മൾ ആലോചിക്കുക, അമിതമുള്ള ആൾക്കാർ ഇപ്പോൾ വെയിറ്റ് കൂടിയിരിക്കുന്നു, ഇപ്പോൾ അയാൾക്ക് കൊളസ്ട്രോളിൻ്റെ പ്രശ്നമില്ല, വേറെ ഡയബറ്റിക്സ് ഉണ്ട്, ഡയബറ്റിക്സിൻ്റെ പ്രശ്നമില്ല, ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, അതിൻ്റെ കുഴപ്പമില്ല, വെറും വണ്ണം കൂടിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കുഴപ്പമില്ല, അദ്ദേഹം കുറച്ചൊക്കെ ട്രൈ ചെയ്ത് നോക്കി, എന്നിരുന്നാലും വണ്ണം കുറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നവരുണ്ട്. അപ്പോൾ അമിതവണ്ണം ഒരു അസുഖത്തിലേക്ക് പോകുന്ന ഒരു വഴിയാണ്. തീർച്ചയായിട്ടും അമിതവണ്ണം ആസച്ച് നമ്മളൊരു സിംറ്റം, ഒരു രോഗാവസ്ഥ അല്ലെങ്കിൽ അതൊരു രോഗം തന്നെയാണ്. മറ്റു പല രോഗങ്ങളെക്കാളും ഗുരുതരവുമാണ്. കാരണം ഈ അമിതവണ്ണം എന്ന് പറയുന്ന ഒരു സ്റ്റേജ് എത്തിക്കഴിയുമ്പോൾ ആ വ്യക്തി അത് മറ്റു പല അസുഖങ്ങൾക്കും ഇമ്മീഡിയറ്റ്ലി പ്രോൺഡാണ്. അതായത് അവർക്ക് ഈ പറഞ്ഞ പോലെ മറ്റ് ചില നോർമൽ വെയിറ്റ് ഉള്ളവർക്ക് ഒരുപക്ഷെ അവരുടെ പാരമ്പര്യമായിട്ട് അവരുടെ ജനിതക ഘടനകൾ അനുസരിച്ചിട്ട് ചിലപ്പോൾ ഡയബറ്റിസ് ഒരു 60 വയസ്സൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ അവർക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതേസമയം അമിതവണ്ണം ആ ഒരു ലെവലിൽ BMI ഒരു പ്രത്യേക രീതിയിൽ കവിഞ്ഞ് കഴിയുമ്പോൾ ആ വ്യക്തിക്ക് ഈ പറയുന്ന മറ്റനേകം മെറ്റബോളിക് സിൻഡ്രോം എന്നാണ് നമ്മുടെ ടെക്നിക്കൽ ടേമിൽ യൂസ് ചെയ്യുന്നത്. അതിൽ ഹൈപ്പർ ടെൻഷനുണ്ട്, അമിത രക്തസമ്മർദ്ദത്തിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, പ്രമേഹമുണ്ട്, കൊളസ്ട്രോൾ കൂടുന്നതുകൊണ്ടുണ്ടാകുന്ന ഹൃദയത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇത് കൂടാതെ ലങ്സ്, കിഡ്നി, ശരീരത്തിൻ്റെ ഏത് ഭാഗങ്ങൾ, ജോയിൻറ്റ്സ്, അതുകൂടാതെ നമുക്ക് ക്യാൻസർ ഉണ്ടാകാനുള്ള ഇൻക്രീസ്ഡ് ഇൻസിഡൻസ് അല്ലെങ്കിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ, ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് അമിതവണ്ണം എന്ന് പറയുന്നൊരു വ്യക്തിക്കുണ്ടാകും. അപ്പോൾ അമിതവണ്ണം തന്നെ ഒരു രോഗം എന്നുള്ളതിനേക്കാളും ഒരു രോഗാവസ്ഥയാണ്. ആ രോഗാവസ്ഥയിൽ നിന്ന് മറ്റനേകം ലൈഫ് ത്രെട്ടണിങ് അല്ലെങ്കിൽ ജീവഹാനി സംഭവിക്കാൻ സാധ്യതയുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള കണ്ടീഷനാണ്. ഈ അമിതമുള്ളവരെല്ലായിടത്തും അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഭക്ഷണം വളരെ കുറച്ച് മാത്രമേ കഴിക്കാറുള്ളൂ എന്നുള്ളത്. അത് പക്ഷേ ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി എൻ്റെ ശരീരത്തിൽ പിടിക്കും എന്നുള്ളത് ഏത് അമിതവണ്ണമുള്ള ആൾക്കാരുടെ അടുത്തും, അതായത് തടി കുറയ്ക്കണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്നവരടുത്തും ചോദിച്ചു കഴിഞ്ഞാൽ പറയും. നേരെ ഓപ്പോസിറ്റ്, തടി ഇല്ലാത്തവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുക എന്ന് പറയുന്നത്, ഞാൻ ഒരുപാട് ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷേ ഇതൊന്നും ശരീരത്തിൽ എനിക്ക് പിടിക്കുന്നില്ല, എന്ത് കഴിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നു. പക്ഷേ അമിതവണ്ണമുള്ള ആൾക്കാർക്ക് അടുത്ത് ചോദിക്കുമ്പോൾ നേരെ, അപ്പോൾ ഭക്ഷണവും അമിതവണ്ണവുമായിട്ട് ഡയറക്റ്റ് ബന്ധം, എന്തുകൊണ്ടാണ് ആൾക്കാർ ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം ഇവരുടെ കയ്യിൽ നിന്ന് ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും അത് അമിതവണ്ണമുള്ളവർ പറയുന്നത് വളരെ വാസ്തവമാണ്. അവരൊരുപക്ഷെ വളരെ കുറച്ച് ഭക്ഷണമേ കഴിക്കുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ ബേസിക് കാര്യം എന്ന് പറയുന്നത് നമ്മുടെ BMR അല്ലെങ്കിൽ ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അമിതവണ്ണമുള്ള ഒരാളും അധികം വണ്ണമില്ലാത്ത ഒരാളിനെ നമ്മൾ ഇരുത്തിയിട്ട് ഒരേ രീതിയിൽ ഒരേ ക്വാണ്ടിറ്റിയും ഒരേ ക്വാളിറ്റിയുമുള്ള ആഹാര പദാർത്ഥം കൊടുത്താൽ പോലും ആ ആഹാര പദാർത്ഥം ഒരു ഫ്യൂവലായിട്ട് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിനുള്ളിൽ നിന്ന് ബേൺ ചെയ്തിട്ടുണ്ടാകുന്ന കാലറി ഈ രണ്ട് പേരിൽ തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ടാകും. അപ്പോൾ നമ്മൾ ഏത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും അതിൽ നിന്ന് നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ഊർജ്ജം
കാലറീസിലെടുക്കുമ്പോൾ നമ്മളുടെ ഒരു ദിവസത്തെ നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള ഊർജ്ജത്തിന് ശേഷം ബാക്കി ഉണ്ടാകുന്ന ഊർജ്ജം നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് കൊഴുപ്പായിട്ട് സൂക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ അമിതവണ്ണം അത് ജനറ്റിക്കലാവാം, മറ്റെന്തെങ്കിലും ഹോർമോണൽ തകരാറ് കൊണ്ടാവാം, എന്തെങ്കിലും ഗ്ലാൻഡിൻ്റെ വ്യതിയാനം കൊണ്ടാവാം, അത് ഏത് രീതിയിലും അല്ലെങ്കിൽ അതിന് കാരണം എന്തായാലും അവർ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ്ജം എന്ന് പറയുന്നത് അവരുടെ ബേസിക് ലൈഫ് നീഡ്സിനേക്കാൾ ഒരുപാട് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ളവരിൽ നമുക്കൊരു ഡയറ്റ് കൊണ്ടോ എക്സസൈസ് കൊണ്ടോ മാത്രം അവരുടെ വണ്ണം കുറയ്ക്കാൻ അല്ലെങ്കിൽ അവരുടെ വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കാത്തതിൻ്റെ ബേസിക് റീസണും ഇത് തന്നെയാണ്. അതേസമയം ഓൺ ദി അതർ ഹാൻഡ് മറ്റൊരു വ്യക്തി അയാൾക്ക് വണ്ണം കൂടണമെന്നുള്ള ആഗ്രഹമുണ്ട്, അയാൾ അതനുസരിച്ച് കഴിക്കുന്നുമുണ്ട്. പക്ഷേ അയാൾ ഈ ഉള്ളിലേക്ക് കഴിക്കുന്ന ആഹാരം അത് ഫ്യൂവലായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് അയാൾക്ക് അതിൻ്റെ ഒരു നല്ല ശതമാനം, ശരിക്കും ഒരു 100 കാലറി ഉണ്ടാക്കാനായിട്ട് ഒരുപക്ഷെ അയാൾക്ക് 90 കാലറി ചിലവാക്കേണ്ടി വരികയാണെങ്കിൽ മൊത്തത്തിൽ അയാൾക്ക് കിട്ടുന്ന 10 കാലറി മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അതിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഒരുപാട് സൂക്ഷിക്കാനുള്ള കാലറീസ് ബാക്കി വരുന്നില്ല. അങ്ങനെയുള്ളവർക്ക് ഒരുമാതിരി ഏത് ലെവലിൽ ആഹാരം കഴിച്ചാലും അയാളെ കൊണ്ട് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആഹാരം കഴിച്ചാലും അയാളുടെ വണ്ണം വർദ്ധിക്കുന്നില്ല. ഇതാണ് എൻ്റെ ബേസിക് റീസൺ. ഈ പൊണ്ണത്തടിയുമായി ബന്ധപ്പെട്ട് എപ്പോഴും പറയാറുണ്ടാണ്, നമ്മൾ കേരളീയരുടെ തടിയെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൈയും കാലും ഒക്കെ വളരെ നോർമലായിട്ട് ഫാറ്റുള്ള രീതിയിലായിരിക്കും, പ്രത്യേകിച്ച് പുരുഷന്മാരുടെ കാര്യം എടുത്ത് നോക്കുക. വയറിൻ്റെ ഭാഗം എത്തുമ്പോൾ മാത്രമാണ് ഇവരുടെ അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ഒബേസിറ്റി എന്ന് പറയും. ഈ സെൻട്രൽ ഒബേസിറ്റിയാണ് കേരളത്തിലുള്ള ബഹുഭൂരിപക്ഷം പുരുഷന്മാരുടെയും ഒരു പ്രശ്നമുള്ളത്. സ്ത്രീകളായിരിക്കുകയാണെങ്കിൽ ഇതിനോടൊപ്പം തന്നെ തുടകൾ അല്ലെങ്കിൽ കാലുകളിലേക്ക് വരുന്ന വെയിറ്റും അവരുടെ വയറും തുടയുമുള്ള ഭാഗത്ത് വരുന്ന വെയിറ്റ്. അപ്പോൾ ഇതും യഥാർത്ഥത്തിൽ ഒരു പൊണ്ണത്തടിയായിട്ട് തന്നെ എടുക്കാൻ പറ്റും. പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ഇപ്പോൾ എനിക്ക് ഉള്ളത് ഈ നെഞ്ചിൻ്റെ ഭാഗം, വയറും നെഞ്ചിൻ്റെയും ഭാഗത്ത് മാത്രമേ എനിക്ക് അമിതമായിട്ടുള്ള തടിയുള്ളൂ, കൈയും കാലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫാറ്റ് ഡിപ്പോസിഷൻ വളരെ നോർമലാണ്. അപ്പോൾ ഇത്തരം ആൾക്കാരെയും നമുക്ക് പൊണ്ണത്തടി എന്നുള്ള നിലയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും അവർക്ക് നമ്മൾ ഈ പറയുന്ന പോലെ അബ്ഡമനൽ അഡിപ്പോസിറ്റി അല്ലെങ്കിൽ വയറിൻ്റെ ഭാഗത്തുണ്ടാകുന്ന കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതാണ് ഏറ്റവും അധികം അപകടകരമായ അവസ്ഥ. കാരണം നമ്മുടെ ഈ മെറ്റബോളിക് സിൻഡ്രോമത്തിൽ നമ്മളുടെ ഇൻസുലിൻ അല്ലെങ്കിൽ മറ്റ് ഹോർമോണുകളുടെ പ്രവർത്തനക്ഷമത കുറയ്ക്കുന്ന രീതിയിലുള്ള ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ അത് നമുക്ക് ശരീരത്തിന് ഏറ്റവും ഹാനികരമായത് സംഭവിക്കുന്നത് ഈ വയറിൻ്റെ ചുറ്റും അല്ലെങ്കിൽ ഉദരഭാഗത്ത് അടിച്ചു കൂടുന്ന ഫാറ്റിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ശരിക്കും അയാളുടെ മൊത്തത്തിലുള്ള വെയിറ്റ് 140-150 ആകണമെന്നില്ല. ഒരുപക്ഷെ അയാളുടെ ആവറേജ് വെയിറ്റിനേക്കാളും ഒരല്പം മാത്രമേ അദ്ദേഹത്തിന് കൂടുതലുണ്ടെങ്കിൽ പോലും അബ്ഡോമിനൽ സർക്കംഫറൻസ് നമ്മുടെ വയറിൻ്റെ സൈഡിലുള്ള ഫാറ്റിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനും ഈ പറഞ്ഞ മെറ്റബോളിക് സിൻഡ്രോം എന്നുള്ള രോഗാവസ്ഥ വരാനായിട്ട് സാധ്യതയുള്ളതാണ്. ഹലോ ഡോക്ടറിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അമിതവണ്ണത്തെക്കുറിച്ചാണ്, അതിൻ്റെ സർജിക്കൽ മാനേജ്മെൻറ്റിനെ കുറിച്ചാണ്. ഡോക്ടർ അനു ആൻ്റണി വർഗീസാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. അമിതവണ്ണം നമുക്ക് എങ്ങനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും? നമുക്കിപ്പോൾ ഒരാളുടെ പൊക്കവും തൂക്കവും ഒക്കെ നോക്കിയിട്ട് ഒരു ഇന്ത്യൻസിന് നമുക്ക് എങ്ങനെയാണ് അമിതവണ്ണം ഉണ്ട് അല്ലെങ്കിൽ ഒബേസിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്ക് നിശ്ചയിക്കാനായിട്ട് പറ്റുക? തീർച്ചയായിട്ടും നമ്മൾ അമിതവണ്ണം കാൽക്കുലേറ്റ് ചെയ്യുന്നത് BMI അല്ലെങ്കിൽ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്ന അതിനൊരു കാൽക്കുലേഷൻ ഉണ്ട്, അതൊരു ടേബിൾ ഫോം തന്നെയുണ്ട്. നമ്മൾ തമ്പ് റൂൾ സാധാരണഗതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മളൊരു വ്യക്തിയുടെ ഹൈറ്റ് സെൻറ്റിമീറ്ററിൽ അളന്ന് നോക്കുക. ശരിക്കും അയാൾക്ക് 170 സെൻറ്റിമീറ്ററാണ് അയാളുടെ ഹൈറ്റ് എന്ന് വെക്കുക. അങ്ങനെയെങ്കിൽ നമ്മളുടെ ഇന്ത്യൻ സിറ്റുവേഷൻസിന് അല്ലെങ്കിൽ നമ്മളുടെ ഈ ശരീരഘടനയുള്ളവർക്ക് അനുവദനീയമായിട്ടുള്ള വെയിറ്റ് ഓൾമോസ്റ്റ് 70 കിലോഗ്രാമാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഹൈറ്റ് പൊക്കം സെൻറ്റിമീറ്ററിൽ എടുത്തതിൽ നിന്നും 100 എന്ന സംഖ്യ അങ്ങ് കുറയ്ക്കുക. അപ്പോൾ 170 സെൻറ്റിമീറ്റർ ഉള്ള ഒരാൾക്ക് അനുവദനീയമായിട്ടുള്ള നോർമൽ, ഇതിനിപ്പോഴും ഒരു വേരിയേഷൻ, ഒരു റേഞ്ച് ഉണ്ടാവും. ഈ 70 എന്ന് പറഞ്ഞാൽ കറക്റ്റ് 70 അല്ല, 65 മുതൽ 75 വരെയും. എന്നാലും നമ്മളൊരു തമ്പ് റൂൾ പറയുകയാണെങ്കിൽ ആ വ്യക്തിയുടെ പൊക്കം സെൻറ്റിമീറ്ററിൽ എടുത്തതിൽ അതിൽ നിന്ന് 100 എന്ന സംഖ്യ കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഏകദേശം ആവറേജ് അദ്ദേഹത്തിൻ്റെ നോർമൽ അക്സെപ്റ്റഡ് ബോഡി വെയ്റ്റ്. ഒന്ന്. അതുകൂടാതെ നമുക്ക് ഈ ബേസൽ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്ന BMI എന്ന് പറയുന്നതിലൊരു കാൽക്കുലേഷനുണ്ട്. അതിൽ ഒരു 30 വരെയും നമുക്ക്, കാരണം ഇത് ഒരുപാട് റേസസ്, ഡിഫറെൻറ്റ് യൂറോപ്യൻസും അമേരിക്കൻസും നമ്മളും എല്ലാം ഉൾപ്പെടുന്ന ഒരു വലിയ ജനസമൂഹത്തിന് വേണ്ടി കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതിൽ തന്നെ ജനിതക വ്യത്യാസങ്ങളുള്ളതുകൊണ്ട് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ നമ്മളുടെ കേസിൽ അല്ലെങ്കിൽ ഇന്ത്യൻസിൽ അത് ആക്സെപ്റ്റബിളുമാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഏകദേശം 30 BMI വരെ നമ്മൾ ആ ഒരു ഓവർ വെയ്റ്റിൻ്റെ ഗണത്തിൽപ്പെടുത്തുകയും 30-ന് മുകളിലേക്ക് BMI വരുന്നതനുസരിച്ച് നമ്മൾ ഓരോ ക്ലാസ്സായിട്ട് അതിനെ അമിതവണ്ണം, അത് 35-ന് മുകളിലാകുമ്പോഴേക്കും ഡെഫിനറ്റായിട്ടും അത് അമിതവണ്ണത്തിൻ്റെ ഗണത്തിൽ പെടുകയും ചെയ്യും. അതിൻ്റെ ഈ ക്ലാസിഫിക്കേഷൻ്റെ പ്രധാന ഉദ്ദേശമെന്ന് പറയുന്നത്
ഈ ക്ലാസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ വ്യക്തിയെയും നമ്മൾ കാണേണ്ടതും അവരുടെ പരിശോധനകൾ ക്രമീകരിക്കേണ്ടതും അവർക്ക് വേണ്ട ചികിത്സ നിശ്ചയിക്കാനും ആവശ്യമായിട്ടുള്ളത്. നമ്മൾ അമിതവണ്ണമുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നതാണ്, പ്രത്യേകിച്ച് അമിതവണ്ണമുള്ള ആൾക്കാർ അവർ വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഒരു 4-5 കിലോ അവരങ്ങ് കുറയും, ഏറെക്കുറെ ഒരു നോർമൽ വെയിറ്റിനോട് അടുത്ത് വരും. പക്ഷേ ഈ ഒബേസിറ്റി ഉള്ള ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് അവരൊരു 4-5 കിലോ അവരെല്ലാവരും ട്രൈ ചെയ്യുമ്പോൾ ഒരു 4-5 കിലോ അങ്ങ് താഴെ വരും. പക്ഷേ പിന്നീട് ഇതങ്ങോട്ട് താഴെ വരില്ല. ആദ്യം അവരൊരു മാസം 2-3 മാസമൊക്കെ അവർ ഡയറ്റും എക്സസൈസും ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3 to 5 kgs വളരെ നന്നായിട്ട് കുറഞ്ഞു വരും. നല്ല രീതിയിൽ കഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു 7 കിലോ വരെ കുറയും. പക്ഷേ കാണാൻ സാധിക്കുന്നത് ഇവർ ഒരു 6 മാസം 1 വർഷമോ കഴിയുന്ന സമയത്ത് ഇവർ വീണ്ടും സ്ലോലി പഴയ വെയിറ്റിലേക്ക് എത്തപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവരെല്ലാവരും പറയാനുള്ളത്, ഞാൻ എത്ര ട്രൈ ചെയ്താലും എൻ്റെ വെയിറ്റ് എനിക്ക് കുറയ്ക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ട്. എന്തുകൊണ്ട് അത്തരത്തിൽ നമ്മൾ ഡയറ്റും എക്സസൈസും ഒക്കെ ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ കൂടിയും വീണ്ടും ഈ വ്യക്തി തനിയെ ഈ വെയിറ്റിലേക്ക് എത്തപ്പെടും? തീർച്ചയായിട്ടും അതിലൊരു ചെറിയ കറക്ഷൻ, തനിയെ പഴയ വെയിറ്റിലല്ല, പലപ്പോഴും അതിനേക്കാൾ കൂടുതലൊരു വെയിറ്റിലേക്കാണ് ആ രോഗി എത്തപ്പെടുന്നത്. കാരണം ഈ വിശപ്പ്, അതിനെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ, നമ്മുടെ ആഹാരം ഇൻടേക്ക്, നമ്മുടെ ആഹാരം നമ്മൾ കഴിക്കുന്നതിൻ്റെ അവസ്ഥ, ഇതൊക്കെ ഒരുപാട് നമ്മളുടെ വോളണ്ടറി കൺട്രോൾ, നമ്മുടെ മാത്രം ആത്മനിയന്ത്രണത്തിൽപ്പെടുന്ന വസ്തുതകളല്ല. നമ്മൾ ആഹാരം കഴിക്കുക, നമ്മളുടെ ആമാശയം വലുതാകുന്നതനുസരിച്ച് ഒരു പ്രത്യേക പൊസിഷനിൽ എത്തുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു പ്രത്യേക ക്വാണ്ടിറ്റി എടുത്ത് കഴിയുമ്പോഴേക്കും ആമാശയത്തിൽ നിന്ന് ചില ഹോർമോണുകൾ, ഗ്രിലിൻ എന്ന് പറയും, അത് സെക്രീറ്റ് ചെയ്യപ്പെടുകയും അത് നമ്മുടെ ബ്രെയിനിൻ്റെ ഭാഗമായ ഹൈപ്പോതലാമസിൽ ആക്ട് ചെയ്യുകയും ചെയ്തിട്ട് അവിടുന്ന് നമുക്ക് കിട്ടുന്ന സിഗ്നൽ അനുസരിച്ചിട്ടാണ് അതെ എനിക്ക് മതിയായി എന്നുള്ളൊരു തോന്നൽ, വയറ് നിറഞ്ഞു എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് വരുന്നത്. അത് ഒരു പക്ഷേ ഓരോ മനുഷ്യരിലും അത് പുറപ്പെടുന്ന സമയവും അത് പുറപ്പെടുവാൻ ആവശ്യമായിട്ടുള്ള ആഹാരത്തിൻ്റെ അളവും വ്യത്യാസമായിരിക്കും. ഇത് തന്നെയാണ് ബേസിക്കലി നമ്മുടെ കൺട്രോളിലല്ല ഈ ആഹാരക്രമം. ഒരു പരിധിവരെ നമുക്ക് ഡയറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ ചിലപ്പോൾ ആഴ്ചകളോളം അല്ലെങ്കിൽ മാസങ്ങളോളം തന്നെ പിടിച്ചു നിൽക്കാൻ കഴിയും. പക്ഷേ ഇതിനപ്പുറത്തേക്ക് നമ്മൾ നോർമലായിട്ട് നമ്മളുടെ ഇൻടേക്കിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് മറ്റ് മാർഗ്ഗങ്ങളൊന്നുമില്ല. മെക്കാനിക്കലായിട്ട് നമ്മൾ മനഃപൂർവ്വം ആഹാരം കഴിക്കാതിരിക്കുക എന്നുള്ളൊരു സ്റ്റേറ്റിൽ അത് നമ്മുടെ വോളണ്ടറി കൺട്രോൾ ഉൾപ്പെടാത്തത് കൊണ്ട് തന്നെയാണ്. എക്സസൈസിൻ്റെ കാര്യം ഇതുപോലെ തന്നെയാണ്. ഒരു പരിധി വരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച BMIയിൽ ഒരു 30 വരെയൊക്കെ നമുക്കൊരു കഠിനമായ വ്യായാമത്തിലൂടെ ഒരു പരിധി വരെ നമുക്ക് ഇത് കുറയ്ക്കാനായിട്ട് പറ്റും. എന്നാൽ അതിന് മുകളിലും ഒബീസിറ്റി ആയിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യന് ഒന്ന് നമ്മളുടെ ശരീരത്തിൽ നിന്ന് ആവശ്യമായ കാലറി നഷ്ടപ്പെടുത്താനും മാത്രമുള്ള വ്യായാമം ചെയ്യാൻ അദ്ദേഹത്തിനെ കൊണ്ട് ഫിസിക്കലി പോസിബിൾ അല്ല. കാരണം അത് മുട്ടിനെ ക്ഷതമേൽപ്പിക്കും. മറ്റ് ജോയിൻറ്റ്സ്, ഈ അമിതഭാരം കാരണം കൂടുതൽ എക്സസൈസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ജോയിൻറ്റ് ഇൻവോൾവ്മെൻറ്റ്, അതിന് വേദന, നീര്, അതിനുള്ള തേയ്മാനമൊക്കെ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഫിസിക്കലി അത് പോസിബിൾ അല്ല. അങ്ങനെയാണെങ്കിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചത് പ്രകാരം നമ്മളുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പിൻ്റെ കാലറീസ് റെഡ്യൂസ് ചെയ്യാനും മാത്രമുള്ള എക്സസൈസ് നമുക്ക് ചെയ്യാനുള്ള ഫിസിക്കലി അത് പോസിബിളും അല്ല. അപ്പോൾ ഒരു പരിധിക്കപ്പുറത്തേക്ക് ആഹാര നിയന്ത്രണവും വ്യായാമവും എന്നുള്ള ഈ 2 കാര്യങ്ങൾ കൊണ്ട് മാത്രം നമുക്ക് നോർമലായിട്ട് സേഫായിട്ടുള്ള ആ വെയിറ്റിലേക്ക് എത്തുക സാധ്യമല്ല. നമ്മൾ എപ്പോഴാണ് ഒരാൾക്ക് ഒരു സർജിക്കൽ മാനേജ്മെൻറ്റ് ഒരാൾക്ക് ഒരു അമിതവണ്ണത്തിന് വേണ്ടിയിട്ട് ഒരു സർജറി ഇൻഡിക്കേറ്റഡ് ആയിട്ട് വരുന്നത് എപ്പോഴാണ്? എല്ലാവർക്കും സർജറി വേണ്ടി വരും? തീർച്ചയായിട്ടുമില്ല. ലോകാരോഗ്യ സംഘടന, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇതിന് വ്യക്തമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഒരുപാട് വർഷത്തെ നിരീക്ഷണത്തിനും പഠനങ്ങൾക്കും ശേഷം വളരെ വ്യക്തമായ ഒരു ഗൈഡ് ലൈൻ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച BMI എന്ന് പറയുന്ന ആ ഒരു കാൽക്കുലേഷനിൽ അതിൽ വെച്ച് നോക്കിയിട്ട് അതൊരു 40-ന് മുകളിലാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും ഈ ശസ്ത്രക്രിയ ആവശ്യമായിട്ട് വരുന്ന ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരു വ്യക്തിയാണ്. അതേസമയം BMI 35 ഉള്ളൂ, പക്ഷേ നമ്മൾ മേൽ പറഞ്ഞ മെറ്റബോളിക് സിൻഡ്രോമിൽ ഉൾപ്പെടുന്നതായിട്ടുള്ള അമിത രക്തസമ്മർദ്ദം, ഹൈ BP, അല്ലെങ്കിൽ പ്രമേഹം, ഡയബറ്റിസ്, അല്ലെങ്കിൽ ഹൈപ്പർ കൊളസ്ട്രീമിയ എന്ന് നമ്മൾ പറയുന്ന കൊളസ്ട്രോൾ അധികമായിട്ടിരിക്കുന്നത്. കാരണം ഇതെല്ലാം തന്നെ ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ കാർഡിയാക് ഡിസീസിന് ഒരു സ്റ്റിമുലേൻ്റ് അല്ലെങ്കിൽ അതിന് കാരണമായി ഭവിക്കുന്നതാണ്. അപ്പോൾ BMI 35 ഇതിൽ പറയുന്ന ഏതെങ്കിലും നമുക്ക് മറ്റ് അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അങ്ങനെയുള്ള ആൾക്കാരും ഈ പറഞ്ഞ ഈ ഒരു ശസ്ത്രക്രിയയ്ക്കുള്ള ഇൻഡിക്കേഷനിലുള്ളവരാണ്. ഈ അമിതവണ്ണമുള്ള ആൾ നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, നമ്മുടെ ശരീരത്തിൽ ഒരു കത്തി കൊണ്ട് അല്ലെങ്കിൽ ഒരു കത്തി വെക്കുന്നത് സർജൻ അടക്കം എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ എപ്പോഴാണ് ഒരു സർജിക്കൽ ഇൻഡിക്കേഷൻ? നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഈ അമിതവണ്ണത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും? ഇപ്പോൾ ചില ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പോൾ എനിക്ക് ഡയബറ്റിക്സ് ഉണ്ടായിരുന്നു, ഈ സർജറി കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഈ അമിതവണ്ണത്തിനുള്ള സർജറി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് ഡയബറ്റിക്സിന് അല്ലെങ്കിൽ പ്രമേഹത്തിന് വേണ്ടിയിട്ട് മരുന്നുകൾ പോലും കഴിക്കേണ്ടാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതിലേതെങ്കിലും രീതിയിലുള്ള വാസ്തവമുണ്ട്?
തീർച്ചയായിട്ടും നമ്മൾ ഈ അമിത വണ്ണത്തിനുള്ള ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ അതൊരു കോസ്മെറ്റിക് അല്ലെങ്കിൽ ഈ ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള ശസ്ത്രക്രിയയായിട്ടല്ല അതിനെ കാണേണ്ടത്. കുറച്ച് അവിടെ ഇവിടെയുമുള്ള ഫാറ്റ്, ലൈപ്പോസക്ഷൻ അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ശരിക്കും ഈ കണ്ടീഷനിൽ രോഗി തുടർന്നു പോവുകയാണെങ്കിൽ അവർക്ക് നേരത്തെ സൂചിപ്പിച്ച മെഡിക്കൽ കണ്ടീഷൻസ്, പ്രമേഹം അങ്ങനെ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഈ ആകെ പറയുന്ന BP-യോ ഹൈപ്പർ ടെൻഷനോ മാത്രമല്ല ഈ രോഗിക്കുണ്ടാകുന്നത്. കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ തേയ്മാനം കാരണം നമ്മൾ മുട്ടിൻ്റെ ജോയിൻ്റ് റീപ്ലേസ്മെൻറ്റ് സർജറി, അതല്ലാന്നുണ്ടെങ്കിൽ ഇത് കാരണം ലങ്സിനുണ്ടാകാവുന്ന രാത്രിയിൽ ഉറക്കത്തിനിടയിൽ ആവശ്യത്തിന് ഈ പറഞ്ഞതുപോലെ ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ അവർക്കൊരു യന്ത്ര സഹായത്തോടു കൂടി മാത്രമേ അതിൽ മെജോറിറ്റി ആൾക്കാർക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. അതിനെയാണ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിനെയെല്ലാം പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ശസ്ത്രക്രിയ ചെയ്യുന്നത്. ആ രോഗിയെ അതേ രീതിയിൽ നമ്മൾ മുന്നോട്ട് വിടുകയാണെങ്കിൽ ആ രോഗിക്ക് മൾട്ടിപ്പിൾ ഡ്രഗ്സ്, അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇൻസുലിന് അല്ലെങ്കിൽ പ്രമേഹത്തിനുള്ള മരുന്നുകൾ, രക്തസമ്മർദ്ദം കുറയ്ക്കാനുള്ള 3 അതിൽ തരമോ ടൈപ്പോ മരുന്നുകൾ, അത് ലൈഫ് ലോങ് അവരെടുക്കേണ്ടി വരുന്നു. അതേസമയം അങ്ങനെയുള്ള രോഗികളെ നമ്മൾ ഈ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവരിൽ 90-95% ആൾക്കാരും ഈ പറഞ്ഞ ഈ മരുന്നുകളുടെ ഉപയോഗത്തിൽ നിന്ന് ഒരു പരിധിവരെ അവരെ രക്ഷപ്പെടുന്നു. അതുമാത്രമല്ല, ആ കണ്ടീഷൻസ് കൊണ്ട് അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഷുഗറോ അല്ലെങ്കിൽ BP-യോ അത് പെർസിസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഉണ്ടാകാവുന്ന എൻഡ് ഓർഗൻ ഡാമേജ്, അത് ഒരു പക്ഷേ കണ്ണുകളാവാം, അല്ലെങ്കിൽ കിഡ്നികളാവാം, അല്ലെങ്കിൽ കൈകാലിലേക്കുള്ള രക്തഓട്ടം കുറയുന്നതുകൊണ്ടുള്ള കണ്ടീഷൻസ്, അങ്ങനെയുള്ള എൻഡ് ഓർഗൻ ഡാമേജസ് കൊണ്ടുണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻസിൽ നിന്നും ആ രോഗി ലൈഫ് ടൈം രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ ബെറിയാട്രിക് അല്ലെങ്കിൽ അമിതവണ്ണം കുറയ്ക്കുക എന്നുള്ള ശസ്ത്രക്രിയ. അതിൻ്റെ കൂടെ ഒരു ബോണസായിട്ട് കിട്ടുന്നത് മാത്രമാണ് ഒരു പഴയ രൂപത്തിലേക്കുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി സൗന്ദര്യമുള്ള ഒരു എക്സ്റ്റേണൽ അപ്പിയറൻസ് നമുക്ക് കിട്ടുക എന്നുള്ളത്. അതിനേക്കാളും പ്രധാനം ജീവഹാനിയോ അല്ലെങ്കിൽ അതിനോടടുത്ത് തന്നെയുള്ള മോർബിഡിറ്റി, ജീവഹാനി ഒരു പക്ഷേ സംഭവിക്കില്ലായിരിക്കും, പക്ഷേ നരകതുല്യമായ ഒരു ജീവിതത്തിനോട് അടുത്തുള്ള മോർബിഡിറ്റി അല്ലെങ്കിൽ അസുഖങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിൽ നിന്നും ഒരു നോർമൽ ലൈഫിലേക്കുള്ള തിരിച്ചുവരവിനുള്ള ഒരു ഏക ഉപാധിയാണ് ഈ ബെറിയാട്രിക് സർജറി. എന്തൊക്കെ സർജിക്കൽ പ്രൊസീജിയറാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ അമിതവണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുക? ഏത് തരം പ്രൊസീജിയറാണ് ഇയാൾക്ക് ഏറ്റവും ഉത്തമം എന്ന് നമ്മൾ എങ്ങനെയാണ് തീരുമാനിക്കുക? തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ ഇതിനൊക്കെ വ്യക്തമായ ഗൈഡ് ലൈൻസ് ഉണ്ട്. നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഭാഷയിൽ പറയുവാണെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന ആഹാരത്തിൻ്റെ അളവ് നിയന്ത്രിക്കുക, അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യുക. അപ്പോൾ ചില പ്രൊസീജിയേഴ്സ് ഈ റെസ്ട്രിക്റ്റീവ് പ്രൊസീജിയേഴ്സ് എന്നുള്ള ആ ഗണത്തിൽ പെടും, ആ ഗ്രൂപ്പിൽ വരും. രണ്ടാമത്തെ ഓപ്ഷന് അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന അളവിൽ ആഹാരം എടുത്താൽ പോലും അതിൽ നിന്ന് പിന്നെ നമ്മളുടെ ശരീരത്തിലേക്ക് ഊർജ്ജം അല്ലെങ്കിൽ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്നതിനെ അതും കൂടി ഒന്ന് കുറയ്ക്കുക, അതിന് കുറച്ച് മാൽ അബ്സോർപ്ഷൻ. അപ്പം 2 രീതിയിലുള്ള ശസ്ത്രക്രിയകളാണുള്ളത്. ഒന്ന് പ്യുവർലി റെസ്ട്രിക്ഷൻ, അളവ് കുറയ്ക്കുന്നത് മാത്രം. 2 അളവ് കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ കുറച്ച് മാൽ അബ്സോർപ്ഷനും, നമ്മൾ കഴിക്കുന്നു എന്നാൽ അതിൻ്റെ ഒരു കുറച്ച് ശതമാനം മാത്രമേ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് ആഗീരണം ചെയ്യപ്പെടുന്നുള്ളൂ. ഈ 2ഉം കമ്പൈൻഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സാണ്. ഇതെല്ലാം തന്നെ നമ്മൾ താക്കോൽ ദ്വാരത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. മറ്റേത് ശസ്ത്രക്രിയ ചെയ്യുന്നതിനേക്കാളും സിമ്പിളായിട്ടും രോഗിക്ക് മറ്റ് യാതൊരു വിധത്തിലുള്ള കോംപ്ലിക്കേഷൻ ഉണ്ടാകാത്ത രീതിയിലാണ് നമ്മൾ ബെറിയാട്രിക് സർജറി ചെയ്യാൻ സാധിക്കുന്നത്. എത്ര ദിവസത്തെ റെസ്റ്റ് വേണ്ടി വരും ഒരു സർജൻ എന്നുള്ള നിലയിൽ? എത്ര ദിവസത്തെ റെസ്റ്റ് ഈ വ്യക്തിക്ക്, ഒരു പേഷ്യൻ്റ് അല്ല, ഈ വ്യക്തിക്ക് വേണ്ടി വരും? അതുപോലെ തന്നെ അവരുടെ നോർമൽ ആക്ടിവിറ്റീസിലൊക്കെ നമുക്ക് എപ്പോൾ പോകാൻ കഴിയും? ചില ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട്, ഈ അമിതവണ്ണത്തിന് സർജറി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പഴയതുപോലെ ടേസ്റ്റോ ഒരു ഭക്ഷണം കഴിച്ചാൽ ഉണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷനോ ഒക്കെ ഈ അമിതവണ്ണത്തിനുള്ള സർജറി കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്കുണ്ടാകും. തീർച്ചയായിട്ടും ഈ പറഞ്ഞ അമിതവണ്ണമുള്ളൊരു രോഗി, അദ്ദേഹത്തിന് സാധാരണ ഉണ്ടാകാവുന്ന ഒരു അപ്പൻഡിസൈറ്റിസോ ഒരു ഹെർണിയയ്ക്കോ നമ്മളൊരു ശസ്ത്രക്രിയയ്ക്ക് വിധേയമാവുകയാണെങ്കിൽ അന്നേരം ഉണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻസിനേക്കാൾ ഒരുപാട് കുറവായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്ത് ഇലക്റ്റീവായിട്ട് ചെയ്യുന്ന ഒരു ബെറിയാട്രിക് സർജറി വഴി ഉണ്ടാകുന്നത്. നമ്മൾ മറ്റെല്ലാ വിധത്തിലുള്ള മെഡിക്കൽ കണ്ടീഷൻസിനെ നോർമലൈസ് ചെയ്ത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കണ്ടീഷൻസിലാണ് നമ്മൾ ബെറിയാട്രിക് സർജറി ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, താക്കോൽ ദ്വാരത്തിലാണെന്ന് നേരത്തെ സൂചിപ്പിച്ചു, ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 മണിക്കൂറിന് ശേഷം നമ്മൾ രോഗിയെ നടത്തി തുടങ്ങും. നോർമലായിട്ടുള്ള ശ്വാസോച്ഛ്വാസവും അല്ലെങ്കിൽ ചെസ്റ്റ് ഫിസിയോ നടത്തുക, മൊബിലൈസ് ചെയ്യുക. കാരണം ഈ അമിതവണ്ണമുള്ളവരിൽ നടക്കാതൊരു സൈഡിലിരുന്ന് കഴിഞ്ഞാൽ കാലിൽ രക്തധമനികളിൽ രക്തം ക്ലോട്ട് ചെയ്യാനുള്ള DVT എന്നൊക്കെ പറഞ്ഞുള്ള കണ്ടീഷൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് 2 മണിക്കൂറിനുള്ളിൽ തന്നെ പേഷ്യനെ നമ്മൾ നടത്തി തുടങ്ങും. നേരത്തെ ഡോക്ടർ ചോദിച്ചതുപോലെ തന്നെ ആഹാരം കഴിക്കുന്നതിന് നമ്മൾ ബേരിയാട്രിക് സർജറിക്ക് മുമ്പ് ഈ പേഷ്യൻ്റ് എന്തൊക്കെ കഴിച്ചിരുന്നോ അതെല്ലാം തന്നെ സർജറി കഴിഞ്ഞിട്ടും നമ്മൾക്ക് കഴിക്കാനായിട്ട് പറ്റും. പക്ഷേ അത് ഒരു ഡയറ്റീഷ്യൻ്റെ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ആ രോഗിയുടെ ആവശ്യാനുസരണമായിരിക്കും നമ്മൾ നിശ്ചയിക്കുന്നത്. പക്ഷേ ഒബ്വിയസ്ലി സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൽക്കഹോൾ അല്ലെങ്കിൽ മദ്യത്തിൻ്റെ ഏതെങ്കിലും വകഭേദങ്ങൾ തന്നെ അത് ഉപയോഗിക്കരുതെന്ന് നമ്മൾ കർശനമായിട്ടുള്ള വിലക്ക് ഏർപ്പെടുത്താറുണ്ട്. അതേപോലെ പുകവലിയും. ഇത് രണ്ടും ഒഴിച്ച് ആ രോഗി ഒരുപക്ഷെ ചിലപ്പം വെജിറ്റേറിയൻ ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ ആയിരുന്നിരിക്കാം,
ഈ ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് രോഗി എന്തൊക്കെ കഴിച്ചിരുന്നോ അതെല്ലാം തന്നെ ഒരു മിതമായ അളവിൽ പല സമയത്തായിട്ട് അദ്ദേഹത്തിൻ്റെ ടേസ്റ്റിനോ അദ്ദേഹത്തിൻ്റെ ഈ ആഹാരം കഴിക്കുന്നതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ സന്തോഷത്തിനോ സംതൃപ്തിക്കോ യാതൊരു വ്യത്യാസവും ഇല്ലാതെ തന്നെ ആസ്വദിക്കാനുള്ള കഴിവ് ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷവും രോഗിക്കുണ്ടായിരിക്കും. എത്ര ദിവസത്തെ ഹോസ്പിറ്റൽ സ്റ്റേ വേണ്ടി വരും? നമ്മൾ സാധാരണഗതിയിലൊരു ഏത് തരം പ്രൊസീജിയർ ആയിരുന്നാൽ കൂടി? 2 പ്രൊസീജിയേഴ്സാണ്. ഒന്ന് സ്ലീവ് ഗ്യാസ്ട്രക്ടമി എന്ന് പറയുന്നതും അല്ലെങ്കിൽ MGB എന്ന് പറയും, മിനി ഗ്യാസ്ട്രിക് ബൈപ്പാസ്. അതിൻ്റെ ടെക്നിക്കാലിറ്റീസ് മാത്രമേ ഉള്ളൂ. 2 പ്രൊസീജിയർ ആണെങ്കിൽ തന്നെയും 3 ദിവസം കഴിയുമ്പോൾ രോഗിക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഹോസ്പിറ്റലിൽ കീപ്പ് ചെയ്യുന്നത് അദ്ദേഹത്തിനെ പഴയ രീതിയിലേക്കുള്ള ആഹാരം കഴിപ്പിക്കുന്നതിന് ഒരു ട്രെയിനിങ്ങിനും ഫിസിയോതെറാപ്പിക്കും വേണ്ടി മാത്രമാണ്. 2-ാം ദിവസം ഇത് ഡേ കേസായിട്ട് ചെയ്യുന്ന സെൻറ്ററുകൾ പോലുമുണ്ട്. 2-ാം ദിവസം മുതൽ തന്നെ പിന്നെ ആൻറ്റിബയോട്ടിക്സോ മറ്റ് വേദന സംഹാരികളോ നമ്മൾ കൊടുക്കേണ്ടി വരുന്നില്ല. സർജറി കഴിഞ്ഞാൽ ഒരു 3 ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ഇതിൻ്റെ ഫോളോ അപ്സ് എങ്ങനെയായിരിക്കും? ഇവർ ഭാവിയിൽ വെയിറ്റ് ഗെയിൻ ചെയ്യില്ല എന്ന് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഉറപ്പ് വരുത്താനായിട്ട് സാധിക്കും? അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ആസ്പെക്റ്റ് അല്ലെങ്കിൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സർജറിക്ക് ആ രോഗിയെയും രോഗിയുടെ കുടുംബാംഗങ്ങളെയും അത് മുന്നേ തന്നെ അതിന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഇതൊരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻ്റ് ആണ്. കാരണം നമ്മൾ ഈ ഒരു ശസ്ത്രക്രിയ ചെയ്യുന്നത് ഭാവിയിൽ ഉണ്ടാകാവുന്ന മറ്റ് ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുക അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു ബോധം ഈ രോഗിക്ക് ഉണ്ടായിരിക്കണം. അത് സ്വന്തം ആവശ്യമാണെന്നും സ്വന്തം നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, ആ ഒരു വിശ്വാസം രോഗിക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ രോഗികൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അവരുടെ അമിത വണ്ണം കാരണം അവർക്ക് സോഷ്യൽ ലൈഫിലോ അല്ലെങ്കിൽ അവരുടെ നോർമലായിട്ടുള്ള ആക്ടിവിറ്റീസിലോ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. സർജറി കഴിയുമ്പോൾ അവരുടെ വണ്ണം വളരെയധികം കുറയുന്നത് കൊണ്ട് അവർക്ക് പഴയതിൽ നിന്ന് അവരുടെ ഡിപ്രഷൻ മാറുകയും അവർക്ക് അവരുടെ നോർമലായിട്ട് അവരുടെ സോഷ്യൽ ആക്ടിവിറ്റീസ് വിവാഹങ്ങളിലോ മറ്റ് പെരുന്നാളുകളിലൊക്കെ പങ്കെടുക്കാനൊക്കെ കഴിയും. അങ്ങനെ ആ ഒരു സുഖം മനസ്സിലാക്കി കഴിയുമ്പോൾ ആ രോഗിക്ക് തന്നെ ഒരു ഫീലിംഗ് ഉണ്ടാവും ഇനി ആ പഴയ രീതിയിലുള്ള അമിത വണ്ണത്തിലേക്ക് പോകരുതെന്നുള്ളത്. അതിനെ അവരുടെ കുടുംബാംഗങ്ങളും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് രണ്ടാമത് വരാതെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മളുടെ കൺട്രോൾ അല്ലാതെ നമ്മൾ പറയുന്ന ഡയറ്റോ അല്ലെങ്കിൽ നമ്മൾ ആവശ്യപ്പെടുന്ന എക്സസൈസോ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ അമിതവണ്ണം തിരിച്ചു വരാനുള്ള സാധ്യത ഒരു ചുരുങ്ങിയ ശതമാനത്തിലെങ്കിലും ആൾക്കാരിൽ കാണാറുണ്ട്. തീർച്ചയായിട്ടും ഡോക്ടറുടെ തിരക്കേറിയ സമയം പീപ്പിൾ TVയോട് സഹകരിക്കുകയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അമിതവണ്ണവും അതിൻ്റെ സർജിക്കൽ മാനേജ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു തന്നതിൽ ഇനി ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം ഹലോ ഡോക്ടർ പീപ്പിൾ മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello@peopletv.in എന്ന വിലാസത്തിൽ.